ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അവർണികയുടെ കോള് ഗീതു എടുക്കുകയാണ്. ഹലോ അവർണിക. ഗീതാഞ്ജലി, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അജാസ് എങ്ങാനും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഏയ് ഇല്ല അവർണിക. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്ന് രാവിലെ അജാസിനെ വിളിക്കാൻ വേണ്ടി ഞാൻ അജാസിൻ്റെ വീട്ടിലേക്ക് വന്നതാ. അപ്പോൾ അജാസ് ഇവിടെ കാണുന്നില്ല. കോളിംഗ് ബെല്ല് കേടാൻ തോന്നുന്നു. അപ്പോഴാണ് ഗോവിന്ദ് സാറ് ഇന്നലെ അജാസിനോട് എന്തോ ഒരു പ്രോജക്റ്റിനെ പറ്റി പറയുന്നത് കേട്ടത്. ഇനി അതിനു വേണ്ടി വല്ലതും അങ്ങോട്ട് വന്നോന്നറിയാൻ വിളിച്ചതാ. ഏയ് ഇല്ല വർണിക, ആ പ്രോജക്റ്റ് ഞങ്ങൾ ഇന്നലെ തന്നെ ക്യാൻസൽ ചെയ്തായിരുന്നു. ഇന്ന് ഗോവിന്ദൻ്റെ അച്ഛൻ്റെ ബലിയിടുന്ന ദിവസമാണ്, അതുകൊണ്ട് ബലിയിട്ടോണ്ടിരിക്കുക. ഓ എന്നാൽ ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ശരി ശരി ഗീതാഞ്ജലി. ശരി അവർണിക, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി ഗീതാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഫോൺ കട്ട് ചെയ്യുക. ഈ സമയമാണെങ്കിൽ അവർണിക, ഇതെന്താ ഞാൻ കുറേയൊക്കെ കോളിംഗ് ബെല്ല് അടിച്ചിട്ടും അജാസ് വാതിൽ ഉറക്കാത്തത്? അജാസ് പുറത്തു പോയിട്ടില്ല, ഇതിനകത്ത് തന്നെയുണ്ട്. എന്തായാലും ഒന്ന് നോക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് അവർണിക വാതിലൊന്ന് തൊട്ടതും വാതിൽ തുറന്നു. അപ്പോൾ അവർണികയ്ക്ക് സംശയം മുറുകി. അതെ, അജാസ് ഇതിനകത്ത് തന്നെയുണ്ട്, പിന്നെ എന്താ വാതിൽ ഉറക്കാത്തത് എന്നും ആലോചിച്ചുകൊണ്ട് അവർണിക അകത്തേക്ക് കയറി അകത്ത് നിന്ന് അജാസിൻ്റെ ബെഡ്റൂമിലെത്തിയപ്പോൾ ഫാൻ കറങ്ങുന്നത് കണ്ടതും ആ മുറിക്കുള്ളിലേക്ക് പോയി. അവിടെ ചെന്ന് അജാസ് കുളിക്കുമെന്ന് തോന്നുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർണികയുടെ കണ്ണിൽ അത് പെടുന്നു. അതെ, അവർണികയുടെ ചെരുപ്പ്, ഇതെൻ്റെ കാണാതായ ചെരുപ്പല്ലേ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അവർണിക ആ ചെരുപ്പെടുത്ത് നോക്കി. അതെ, ഇതെൻ്റെ കാണാതായ ചെരുപ്പ് തന്നെയാണ്. ഇതെങ്ങനെ ഇവിടെ? ഇതെന്തിനാ അജാസ് എടുത്തുകൊണ്ട് വന്നേ എന്നാലോചിച്ചുകൊണ്ട് അവർണിക ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് ആ ഡ്രോ അവർണികയുടെ കണ്ണിൽപ്പെട്ടത്. ഡ്രോ തുറന്നപ്പോൾ അതിനകത്ത് അവർണിക ഐസ്ക്രീം കഴിച്ചിട്ട് കിറി തുടച്ച ആ കർച്ചീഫും അവർണികയുടെ ക്ലിപ്പും കമ്മലും പേഴ്സും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ആ കർച്ചീഫ് അന്ന് അവർണിക ഐസ്ക്രീം തിന്ന സമയത്ത് കിറിയിലൊക്കെ ഒട്ടിയിരിക്കുന്നു എന്ന് അജാസ് പറഞ്ഞതും അത് തുടച്ചപ്പോൾ അജാസിന് ആ കർച്ചീഫ് കഴുകിത്തരാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം, എന്നാലേ തൃപ്തിയാവുള്ളൂ എന്ന് പറഞ്ഞ് ആ കർച്ചീഫ് തിരിച്ചു മേടിച്ചതും ഒക്കെ അവർണിക ആലോചിക്കുകയാണ്. അതിനുശേഷം ആ ക്ലിപ്പ് അന്ന് ഉച്ചവരെ പണിയെടുത്ത് കാറിനകത്ത് ആ ക്ലിപ്പ് വീണതും ഒക്കെ അവർണിക ആലോചിച്ചു. പിന്നെ കമ്മൽ, പിന്നെ അതിനുശേഷം എന്തായാലും പേഴ്സ്. അതെ, അനാഥാലയത്തിലെ പിള്ളേർക്ക് ഒരു തുക കൊടുക്കണമെന്നും പറഞ്ഞ് പേഴ്സ് മേടിച്ചിട്ട് അതിനകത്ത് 500 രൂപ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ആ 500 രൂപയിൽ തൻ്റെ പേരെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ അജാസ് എന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത്? എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണിക കുറേ നേരം ഇങ്ങനെ നിന്നു. അതിനുശേഷം പുറത്തേക്ക് വന്നു. എല്ലാം അവിടെ വെച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് അവർണിക ആലോചിക്കുകയാണ്. അജാസിന് എന്നോടുള്ള ഇഷ്ടം വെറും ഒരു സൗഹൃദം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ അജാസ് ഇതൊന്നും സൂക്ഷിക്കില്ല. അജാസിന് എന്നോട് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഇഷ്ടമുണ്ട്. അതെ, ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണല്ലോ. ഈശ്വര, ഈ സമയത്ത് എന്നെ ഇവിടെ എത്തിച്ചത് നീയാ. ഇതൊക്കെ എന്നെ അറിയിക്കാൻ വേണ്ടി സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. പക്ഷേ അത് അജാസ് തുറന്ന് പറയുന്നത് വരെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യും. അതും ഒരു രസമല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണിക ഇങ്ങനെ നിൽക്കുക. ഈ സമയം അജാസ് കുളിയും കഴിഞ്ഞ് വന്ന് അജാസ് റെഡിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവർണിക ആലോചിക്കുക, അന്ന് ആ കമ്പനിയുടെ കാര്യം പറഞ്ഞപ്പോഴും മഹേഷ് എന്നെ വരണമെന്ന് അജാസ് നിർബന്ധം പിടിച്ചു. അതെന്തായിരിക്കും? അതെ, മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറയാൻ മടിച്ചിട്ടാ അജാസ് പറയാത്തത്. അത് പറയിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ തന്നെ വേണമല്ലോ. ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത്. സാരമില്ല, ഈ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിനി മുന്നോട്ട് പോകും. എൻ്റെ അജാസിനെ ചേർത്ത് പിടിക്കും. എനിക്കും ഇഷ്ടമാണ് ഒരുപാട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരുടെ നിൽക്കുക. അപ്പോൾ അജാസ് വന്നു. വർണിക, അജാസ് താൻ വന്നിട്ട് കുറച്ച് നേരമായോ? പിന്നെ ഞാൻ വന്നിട്ട് കുറേ നേരമായി. എന്നിട്ട് എന്താ വിളിക്കാതിരുന്നേ? ആരും അറിഞ്ഞു വിളിച്ചില്ല എന്ന്. മൊബൈലെടുത്ത് നോക്ക്. അയ്യോ, ഞാൻ കണ്ടില്ലടോ, സോറി, കുളിക്കുമായിരുന്നു. സാരമില്ല, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതേ, കാർ അജാസ് തന്നെ എടുക്കണം. കാർ അജാസ് തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന്. അതിനെന്താ, കീ കാറിനകത്തുണ്ട്. ശരി എന്നും പറഞ്ഞുകൊണ്ട് അജാസ് കാറിൽ കയറി അജാസിനെ തന്നെ നോക്കിക്കൊണ്ട് അവർണികയും കാറിലോട്ട് കയറി. അതിനുശേഷം അജാസ് സീറ്റ് ബെൽറ്റ് ഇട്ടു. അവർണിക ഇട്ടില്ല. അതേ, സീറ്റ് ബെൽറ്റ് ഇട്, സേഫ്റ്റിയാണ് നമുക്ക് പ്രാധാന്യം. ശരി. എനിക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാൻ എൻ്റെ പ്രിയതമൻ കരുതുക. ഒരിക്കലും എനിക്കൊരാപത്ത് സംഭവിക്കില്ല. അജാസിൻ്റെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഇഷ്ടം അജാസും മനസ്സിലാക്കി. എന്നോടെല്ലാം തുറന്നു പറയുന്നൊരു ദിവസം വരണം, എത്രയും പെട്ടെന്ന് തന്നെ എന്ന് ആലോചിച്ചുകൊണ്ട് അവർണിക അജാസിനെ നോക്കുകയാണ്. ഈ സമയം അജാസ് അവർണയെ നോക്കി. എന്താ? ഒന്നുമില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അറയ്ക്കലിലാണ്. രഞ്ജു വന്നിട്ട്, അതേ
ദേ ഷെണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജറാ, ഇത്തിരി കാഴ്ചക്കുറവുണ്ടെന്ന്, അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നേ. അന്താളെ ഇങ്ങേതൊക്കെ കൂട്ടിയിട്ട് വരണോ? അന്താളെ ഗസ്റ്റ് ഹൗസിൽ വെച്ചാൽ പോതും തന്നെ. അതല്ലേ പറഞ്ഞത് അയാൾക്ക് കാഴ്ചക്കുറവുണ്ടെന്ന്. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയില്ല, ഒരാഴ്ച ഇവിടെ നിൽക്കാനാ ഗോവിന്ദേട്ടൻ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നും രേഖ പറയുക. ആണ്ടവാ, இந்த വീട്ടിൽ ഇല്ലനാലേ എനിക്ക് വേല ഓവർ, ഇന്നും വേല അധികമാകും. കാഞ്ചന പേടിക്കണ്ട, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. എന്തായാലും കണ്ണു കാണാത്ത ഒരാളല്ലേ, എന്നാൽ പിന്നെ അയാൾക്ക് എൻ്റെ റൂം കൊടുക്കാം. എൻ്റെ റൂം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചോളാം. അതെങ്ങനെ ഒറ്റയ്ക്ക്? ഗസ്റ്റ് റൂമിലെന്നാണ് ഉദ്ദേശിച്ചത്. ഓ എന്നാൽ പിന്നെ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലോ അല്ലേ? അല്ല, ഈ വരുന്ന ആൾ വലിയ ആളല്ലേ, പിന്നെ 1500 കോടിയുടെ പ്രോജക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അയാളെ ചെറുതായിട്ടൊന്നും നോക്കിയാൽ പോരാ, വലിയ വിരുന്ന് കൊടുത്ത് തന്നെ സ്വീകരിക്കണം. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാം, വാ എന്നൊക്കെ പറയാ. ഞാൻ തനിയാ, വാ, ഞങ്ങളും വരാമെന്ന് പറഞ്ഞില്ലേ, വാ കാഞ്ചന, ഞാനും ഇപ്പോൾ ഓക്കെയാ, ഞാനും ഹെൽപ്പ് ചെയ്യാം, വാ പിള്ളേരെ എന്നും പറഞ്ഞ് രേഖ വിളിക്കുക. പിള്ളേരോ? രേഖേച്ചിയുടെ വിചാരം രേഖേച്ചി ഇപ്പോൾ വലിയ വയസ്സായ ആളാന്നാ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും ഇങ്ങനെ ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ മൂന്നുപേരും കൂടെ പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണിനെയും രാധികയുമാണ്. ഇവിടെ ഒരാൾ വരുന്ന വിവരം പോലും എന്നോടിപ്പോൾ ഒന്നും ആലോചിക്കുന്നില്ല. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ആ ഗീതു കാരണം ഞാനിപ്പോൾ ഇവിടെ ഒരു അധികപ്പറ്റായി. ആരും എന്നോടൊന്നും പറയുന്നില്ല. ഗോവിന്ദനും ഒരു തീരുമാനം എന്നോട് ചോദിച്ചിട്ട് എടുക്കുന്നില്ല. എല്ലാം അവരവരുടെ ഇഷ്ടം. അവൻ്റെ ഇഷ്ടത്തിന് ഓരോരോ തീരുമാനങ്ങൾ എടുക്കട്ടെ. ഇത് എവിടം വരെ പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുക. അമ്മേ, ഈ വരുന്നതാരാ? ഷെണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജറിൻ്റെ അസിസ്റ്റൻറ്റ്. അങ്ങനെയുള്ളപ്പോൾ അയാളെ നമ്മൾ കയ്യിലെടുക്കുന്നത് എങ്ങനെയുണ്ടാവും? നന്നായിരിക്കും. ഇപ്പോൾ നിനക്ക് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി മാത്രമേ എതിരായിട്ടുള്ളൂ. അവരാണ് നിന്നെ കൊല്ലാൻ നടക്കുന്നത്. ഇനി ഷെണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഈ ആളെ കൂടെ കയ്യിലെടുത്താലേ ഇൻ്റർനാഷണൽ ക്രിമിനൽ ആവും നീ. ഇൻ്റർനാഷണൽ തരത്തിലുള്ള ഒരു കമ്പനിയെ തട്ടിയെടുത്തതിന് നിന്നെ അവർ തൂക്കിക്കൊല്ലും. പിന്നെ അറയ്ക്കൽ വരുണെന്നല്ല, കല്ലറ വരുണെന്ന് നിന്നെ അറിയപ്പെടും. അത് കേട്ടതും അമ്മേ, ഞാൻ കാര്യമായിട്ട് പറയുമ്പോൾ അമ്മ ഇങ്ങനെ തമാശ പറയരുത്. ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. നിൻ്റെ ഈ സ്വഭാവത്തിന് നിന്നെ ചിലപ്പോൾ അവരെടുത്ത് കല്ലറയിലിടും, അത് ഉറപ്പാ. എൻ്റെ അമ്മയെ അയാളെ നമ്മൾ കയ്യിലെടുക്കുന്നു, എന്നിട്ട് കുറച്ച് പ്രോജക്റ്റുകൾ ഇവരുടെ കയ്യിൽ നിന്നും ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് തട്ടിയെടുത്ത് കൊടുത്താൽ നമ്മൾ കൊടുക്കാനുള്ള പണം അവരെഴുതിത്തള്ളും. സുവർണയും കൂട്ടുപിടിക്കാം. അതൊരു കാര്യം വെച്ചാൽ ആലോചിക്കേണ്ടതാ. നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്ത് നമ്മൾ കൊടുക്കാനുള്ള പൈസ അവർ തള്ളിക്കളഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, പിന്നെ നമുക്ക് ശത്രുക്കളൊന്നുമില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇയാളെ കയ്യിലെടുക്കണമെന്ന്. ഇയാളെ കയ്യിലെടുത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇയാളോട് സംസാരിച്ച് ഇയാളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇയാളോടൊപ്പം കൂടിയാലുണ്ടല്ലോ, ചിലപ്പോൾ അയാൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമായിരിക്കും. അതുറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ നടന്നേ പറ്റൂ. നമ്മളയാളെ കയ്യിലെടുക്കുന്നു, ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് കുറേ പ്രോജക്റ്റുകൾ ചോർത്തി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കാനുള്ള പണം ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി എഴുതിത്തള്ളുന്നു. പിന്നെ ശത്രുതയില്ലാതെ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല ബുദ്ധിയാ. പക്ഷേ കൊളവാക്കരുത്. ഇല്ലമ്മേ, കോളമൊന്നും ആവില്ല. ഞാനല്ലേ പറയുന്നേ. അമ്മ നോക്കിക്കോ, ഈ വരുണിൻ്റെ ബുദ്ധി കാരണം നമ്മളൊരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടും. അവസാനം ആപത്ത് കുഴിയിൽ ചെന്ന് ചാടാതിരുന്നാൽ മതി. ഒന്ന് പോമേ, മിണ്ടാതിരിക്കുക. എന്തായാലും വരുന്ന ആൾ ആരാന്നൊന്ന് കാണട്ടെ. ഗോവിന്ദ് ഇത്രയും വലിയൊരാളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നതിൽ എനിക്കും അത്ഭുതമൊക്കെ ഉണ്ട്. ആ ഗീതു അതിൽ സമ്മതിച്ചല്ലോ. പക്ഷേ ഇതൊക്കെ ഇത്തിരി കൂടിപ്പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഒന്നും സംഭവിക്കില്ല, അമ്മ മിണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുക. ഈ സമയം ആ കാറ് വന്ന് ഉമ്മറത്ത് നിൽക്കുവാണ്. കാറിൽ നിന്നും ഗോവിന്ദും നമ്മുടെ ഗീതു ഇറങ്ങി. അതിനുശേഷം ആ കറുത്ത കാറിൽ ആ ഭാസ്കരനും ഉണ്ട്. ഭാസ്കരനെ കണ്ടതും നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, ഇയാളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നു, എന്തോ ഒരു ചതി തോന്നും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ ഇങ്ങനെ കണ്ണു കാണാതെ പോലെ ഇങ്ങനെ തപ്പിയും തടഞ്ഞു ഇറങ്ങുക കാറിൽ നിന്നും. എന്നിട്ട് അറയ്ക്കലിലേക്കൊന്ന് ഒത്തു നോക്കി. എന്തായാലും ഇവിടേക്ക് തന്നെയാണ് ഞാൻ വരേണ്ടത്, ഇവിടേക്ക് തന്നെ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം ഭാസ്കരനെ താങ്ങി പിടിച്ച് ഗീതു ഗോവിന്ദും മുന്നോട്ട് നടക്കുമ്പോൾ അയ്യപ്പൻ നായർ ഓടി വന്നു. ഏതോ വലിയ കമ്പനിയുടെ ഏതോ വലിയ ആളാണെന്ന് കരുതി അയ്യപ്പേട്ടൻ ഓടി വന്നിട്ട്, മാറുകുഞ്ഞെ, ഇനി ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്
അയ്യപ്പണ്ണൻ അയാളെ താങ്ങിപ്പിടിച്ച ഭാസ്കരൻ മേളിലോട്ട് നോക്കി. അപ്പോൾ രാധിക അവിടെ നിൽക്കുന്നു. ഭാസ്കരൻ ഒന്ന് പുഞ്ചിരിച്ചു. രാധികയും അതാരാണെന്നറിയാൻ ആകാംക്ഷയോടെ താഴേക്ക് നോക്കി. ഞെട്ടിപ്പോയി രാധിക. അതെ, ആരാണെന്നറിയണ്ടേ? അതെ, അതാണ് ഭാസ്കരേട്ടൻ. രാധിക ഞെട്ടലോടുകൂടെ ഭാസ്കരേട്ടൻ എന്നും മനസ്സിൽ പറഞ്ഞു. അപ്പോൾ വരുൺ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ദേ ആ മുതലാളി സത്യദാസ് എന്നും പറയുവാണ്. അപ്പോൾ നമ്മുടെ രാധിക ഭാസ്കരേട്ടൻ എന്താ ഇവിടെ? ഈശ്വര, എന്ത് ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ഞെട്ടലോടുകൂടെ തന്നെ ഭാസ്കരനെ തന്നെ നോക്കിക്കണം. അപ്പോൾ ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് വരിക. എടി രാധികേ, വന്നടി, ഇത് നിനക്ക് വലിയ ഷോക്കായിരിക്കും. നിന്റെ ആദ്യ ഭർത്താവ് ഭാസ്കരൻ നിന്നെ തേടിയെത്തി. ഇത് നിന്റെ ഷോക്കിംഗ് ന്യൂസ് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനി അങ്ങോട്ട് നീ വെള്ളം കുടിക്കും രാധികയെ, വെള്ളം കുടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഇങ്ങനെ നടക്കുകയാണ് അയ്യപ്പൻ നായരോടൊപ്പം. അപ്പോൾ രാധിക പേടിച്ച് അവിടെ നിൽക്കുക. ഈ സമയം അമ്മേ, നമ്മൾ ഇയാളെ കയ്യിലെടുത്ത് ഇയാളോട് എല്ലാ പ്രോജക്റ്റുകളും മേടിച്ച് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് കൊടുത്തൊന്നും മിണ്ടായിരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ വഴക്കു പറയാം. ഈ സമയം നോക്കിക്കോ അമ്മ, നോക്കിക്കോ, എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇയാളെ കയ്യിലെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. അപ്പോഴേക്കും അയ്യപ്പൻ നായർ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയമാണെങ്കിൽ വരുൺ അങ്ങനെ നോക്കി നിൽക്കുക. ഇയാളിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ ഗോവിന്ദ്, ഇതാണ് ആ സാറ് സത്യദാസ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ വരുൺ ഓടി വന്നു. അതേ, അങ്ങോട്ട് മാറിയെന്നേ എന്നും പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ അയ്യപ്പൻ നായരും ഗോവിന്ദും ഒക്കെ തുറച്ചു നോക്കുക. സത്യം പറയാലോ, ഈ വീട്ടിൽ മിണ്ടാനും പറയാനും ഒരാളും ഇല്ലാത്തൊരു ഗതികേടിലിരിക്കുമായിരുന്നു ഞാൻ. എന്തായാലും എനിക്കിപ്പോൾ മിണ്ടാനും പറയാനൊക്കെ ഒരാളായി. അപ്പോൾ ഗീതുവും ഗോവിന്ദും വരുണിനെ ഒന്ന് അടി മുതൽ മുടി വരെ നോക്കുക. ഇവനെന്തിന് ഇയാളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം അയ്യപ്പേട്ടനോട്, ദേ നിങ്ങൾ പിടിക്കണ്ട, ഇനി ഞാൻ പിടിച്ചോളാം എന്ന് പറയണം. അതേ, ദേ ഞാനേ വരുൺ, ഇവിടെ ഗോവിന്ദേട്ടൻ്റെ അനിയനാ. അത് കേട്ടതും രാധികയുടെ മകൻ, എൻ്റെ പൊന്നു മകൻ എന്നും പറഞ്ഞുകൊണ്ട് സത്യദാസ് മനസ്സിലാലോചിച്ചുകൊണ്ട് വരുണിനെ നോക്കുക. അപ്പോൾ രാധിക, ഈശ്വര, വരുണും ഭാസ്കരേട്ടനും ഒരുമിച്ച് നിൽക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെയുണ്ട്. ഇതാരെങ്കിലും ശ്രദ്ധിച്ചാൽ അവർക്ക് കാര്യം മനസ്സിലാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുക. അതേ, സത്യദാസ് സാറിന് ഇവിടെ വെച്ച് അധികം ആരെയും കാണാൻ പറ്റില്ല, കാഴ്ചശക്തി കുറഞ്ഞു വരിക. അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാം, അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കും എന്നും പറയാ. ഭാസ്കരേട്ടൻ്റെ കാഴ്ചയില്ലാത്തത് രക്ഷപ്പെട്ടു. ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ഞാനിവിടെ നിന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറയും. അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കാം. ഭാസ്കരേട്ടൻ എന്നെ കാണണ്ട, എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നും ആലോചിച്ചുകൊണ്ട് രാധിക പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. ഈ സമയം വരുണാണെങ്കിൽ ഭാസ്കരനെയും താങ്ങി പിടിച്ചുകൊണ്ട് വരിക. അങ്ങനെ അകത്ത് കയറി, നന്നായി മോനെ, നന്നായി. എന്തായാലും എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടേക്ക് വരുമ്പോൾ ആരും തുണയില്ലാതെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് ഓർത്തു. വയസ്സാം കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഇവിടം വരെ എത്തിയത്. കണ്ണിന് കാഴ്ച കുറവുണ്ടേ, അത് കണ്ണ് കാണുമ്പോഴേക്കും ഒരുപാട് അടുത്ത് വന്നാലും മാത്രമേ എനിക്ക് പറ്റുമല്ല. ആരെങ്കിലും ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ മങ്ങലായിട്ട് മാത്രമേ കാണൂ. ഇവിടെ പലരും ഉണ്ടെന്നറിയാം. എല്ലാവരെയും പതിയെ പരിചയപ്പെടാം. പേടിക്കണ്ട അങ്കളെ, ഞാനുണ്ടാവും അങ്കളുടെ കൂടെ. എപ്പോഴും അങ്കളുടെ കൂടെ താങ്ങും തണലുമായിട്ട് ഞാൻ നിന്നോളാം എന്നും വരുൺ പറയുകയാണ്. അത് കേട്ടതും, അതാടാ മോനെ എനിക്ക് വേണ്ടത്. എൻ്റെ മകൻ ആണൊരുത്തൻ എൻ്റെ കൂടെ നിന്നാൽ എനിക്ക് വിജയം മാത്രമേ ഉണ്ടാകൂ. രഞ്ജുവിൻ്റെ അച്ഛനാണെന്നും പച്ചക്കള്ളം പറഞ്ഞ് ഗോവിന്ദനോടൊപ്പം ഞാൻ കൂടിയത് രാധികയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ്. എന്നെ ഉപേക്ഷിച്ച് മാധവൻ നായരോടൊപ്പം സുഖം തേടിപ്പോയവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, വെള്ളം കുടിപ്പിക്കും. അതിനുവേണ്ടി കളി തുടങ്ങിക്കഴിഞ്ഞു രാധികയെ. നിൻ്റെ അന്ത്യം തുടങ്ങിക്കഴിഞ്ഞു. നീ ഒരുപാട് വെള്ളം കുടിക്കും രാധികയെ. അങ്കിൾ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോനെ, നിന്നെപ്പോലെ ഒരു മകനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ രാധിക മുകളിൽ നിന്ന് നോക്കുക. ഈശ്വര, ഈ വരുൺ എന്താ അയാളെ വിട്ട് വരാത്തത്? അവൻ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് പ്രോജക്റ്റുകൾ കൊടുക്കാൻ വേണ്ടി അയാളെ കൂട്ടുപിടിച്ചിരിക്കുക. സ്വന്തം അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതെന്നെങ്ങാനും അവനറിയില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക. അങ്കിള് പേടിക്കണ്ട, എനിക്ക് അങ്കിളിനെ സഹായിക്കാൻ കഴിയും. അങ്കിളിന് കാഴ്ചയില്ലെങ്കിലും എന്നെ വിളിച്ചാൽ മതി. എന്തിനും നന്നായി മോനെ. ഒരു മോനെ പോലെ ഒരു മോൻ അച്ഛനെ സംരക്ഷിക്കുന്നത് പോലെ നീ എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി.
ഒരുപാട് എന്നും ഭാസ്കരൻ പറയുക. ഇത് കേട്ടതും അച്ഛൻ വിഷമിക്കണ്ട, എന്നെ മോനായിട്ട് കണ്ട നിങ്ങളെ ഞാൻ ഇനി എന്നും അച്ഛ എന്നേ വിളിക്കൂ കേട്ടോ അച്ഛ, അച്ഛൻ്റെ കൂടെ ഞാനുണ്ടാവും അച്ഛ എന്നും വരുൺ. ഇത് കേട്ടതും രാധിക വീണ്ടും ഞെട്ടി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, സ്വന്തം അച്ഛനെയാണ് അച്ഛ എന്ന് വിളിക്കുന്നത് എന്നറിയാതെയാണ് വരുൺ അങ്ങനെ ചെയ്യുന്നത്. അതെ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുമെന്നല്ലേ കേട്ടിട്ടുള്ളത്. ഇനി അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സ്വന്തം അച്ഛൻ്റെ കൂടെ നിന്ന് വരുണിനെ രാധികയ്ക്കെതിരെ തിരിയുമോ, അതല്ല അച്ഛനാണ് ഭാസ്കരൻ എന്നറിയുമ്പോൾ രാധികയ്ക്കെതിരെ ഉടവാളെടുക്കുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കാം. രാധികയുടെ ജീവിതം മാറ്റിമറിക്കാനായി അവൻ എത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും അടിപൊളി ട്വിസ്റ്റാണ് വരാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.